അല്ല, അപ്പൊ അങ്ങനെയാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അത് നാട്ടുകാരിലെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ രേണു. അന്നത്തെ കോലാഹലങ്ങളും ബഹളങ്ങളും ഇന്ന് തുടങ്ങി വെച്ചിട്ടുള്ള കോലാഹലങ്ങളും. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യമായി എനിക്ക് തോന്നിയത് അത് ഞാൻ പറയാം. ഈ നൂറ്റാണ്ടിൽ 21ാം നൂറ്റാണ്ടിൽ ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. 4-ാം തീയതിയാണല്ലോ വോട്ടെണ്ണുന്നത്. ആദ്യം 2001 UDF സർക്കാർ, പിന്നീട് 2006 UDF സർക്കാർ, പിന്നെ 2011 UDF സർക്കാർ, പിന്നെ 2016 2021 അവസരം കിട്ടിയില്ല. ഇപ്പൊ അവസരം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതിരിക്കട്ടെ, റിസൾട്ട് വരാനിരിക്കുകയാണല്ലോ. ഈ 3 ഘട്ടങ്ങളിലും 2001 2006 2011 UDFന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം AK ആന്റണിയും, പിന്നീട് 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2004 തന്നെ AK ആന്റണി മാറി വീണ്ടും ഉമ്മൻചാണ്ടി വരുന്നു. ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി വരുന്നു. ഉമ്മൻചാണ്ടി വീണ്ടും 2006 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോൽക്കുന്നു. 2015 അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി വരുന്നു. അപ്പൊ അപ്പോഴൊന്നും കോൺഗ്രസിൽ മറ്റ് സ്ഥാനാർത്ഥികൾ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് തർക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, കോൺഗ്രസിന് നേതൃബാഹുല്യം ഉള്ള ഒരു പ്രസ്ഥാനം, പാർട്ടിയും കൂടെയാണല്ലോ. പക്ഷെ അപ്പോഴൊന്നും തർക്കം ഉണ്ടായില്ല. ഇപ്പോ ആ തർക്കം തുടങ്ങുകയും ഉടലെടുക്കുകയും അത് വീണ്ടും തീവ്രമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണ് കാരണം? അതാണല്ലോ ആലോചിക്കേണ്ട വിഷയം. രമേശ് ചെന്നിത്തല ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, ലീഗ് എന്ന് പറഞ്ഞിട്ടും രമേശ് ചെന്നിത്തല പറയാൻ എന്താണ്? ഒടുവിൽ പിന്നെ ഇപ്പൊ ന്യൂസ് 18 സ്ക്രോൾ ചെയ്ത് കാണിച്ചല്ലോ, ഞാൻ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് നേതാവായ ആളല്ല. സ്കൂൾ കാലഘട്ടം മുതലേ സമരങ്ങളിൽ പങ്കെടുത്ത് ജയിൽവാസമൊക്കെ അനുഭവിച്ച് പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി വന്നയാളാണ്. കോൺഗ്രസിന് വേണ്ടി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ തലമുറയുടെ പ്രതിനിധിയാണ് താൻ എന്ന് പ്രത്യേകമായി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന പോലും ഉണ്ട്. അതാണല്ലോ ഇപ്പൊ സ്ക്രോൾ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുണ്ട്. അപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലെങ്കിൽ ഇനി എപ്പോൾ എന്നുള്ള ചോദ്യത്തിലേക്ക് ആ ചോദ്യം അവർ തീവ്രമായി ഫേസ് ചെയ്യുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോ